മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ നല്ലൊരു ഗംഭീര പാട്ട് ഇട്ടിട്ടാണ്. എന്റെ ഫേവറേറ്റ് പാട്ടാണത്. ഞാൻ ഒരുപാട് ഡാൻസ് ചെയ്ത പാട്ടാണ്. ഈ പാട്ട് ഞാൻ ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് ഞാനിപ്പോ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ ചങ്ക് ജിനേഷ് ഫിലിപ്പിന് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തെമ്മാടിക്കാറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാറ്റ് അങ്ങോട്ട് അടിച്ച് വീശാനായിട്ട് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കാറ്റ് കൊണ്ടപ്പോ ഒരു ചെറിയൊരു സുഖമൊക്കെ ഉണ്ട്. ഇപ്പൊ വീശിയപ്പോ ഒരു കാറ്റൊന്നുമില്ല, അതാണ് തെമ്മാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ തെമ്മാടിയുടെ കൂടെയുള്ള ഇവനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരേ ഒരു മാർഗ്ഗം ഇനിയുള്ളൂ. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഒരുപാട് വിഷ് അറിയിക്കുക. ആൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. തീർച്ചയായിട്ടും. പിന്നെ ഗിഫ്റ്റ് കിട്ടിയാൽ ഭയങ്കര സന്തോഷം. അത് പൈസയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഇത് ഞാൻ ഇവനും പറഞ്ഞ ഡീലൊന്നല്ല കേട്ടോ. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ പറയാം, നിനക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ നിനക്ക് തരാം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതപ്പോ തന്നെ അവർക്ക് മനസ്സിലായി. ഇത് ഇവന്റെ മാത്രം ആഗ്രഹപ്രകാരം എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. അങ്ങനെ ഒന്നുമില്ല എന്നുള്ള കാര്യം കറക്റ്റ് അവർക്ക് സത്യമായിട്ട് പറയാം, ഇവന് ഒരുപാട് ട്രോമ ഉണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ഈ നിർദ്ധരായ ആൾക്ക് സഹായം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുത്തനെ നിങ്ങൾക്കൊന്ന് സന്തോഷിപ്പിക്കണമെങ്കിൽ വർഷത്തിൽ ഒരു ദിവസമേ വരുള്ളൂ. അതൊരു സത്യം കേട്ടോ. വർഷത്തിൽ ഒരു ദിവസം കിട്ടുള്ളൂ. അതെ, ഈ തെണ്ടീനൊപ്പം ആയതുകൊണ്ട് അതിന്റെ ഗുണവും മണമൊക്കെ പോകും. അത് വേറെ സത്യം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു, ഇനി എന്റെ ക്രിഞ്ചിന് കൊടുക്കണം. ഞങ്ങൾ സാധാരണ ഇപ്പൊ ചാറ്റ് ചെയ്യുമ്പോഴേ, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോ എപ്പോഴും സ്റ്റിക്കർ ഇടുന്നൊരു സാധനമുണ്ട്. ഞങ്ങളിങ്ങനെ അതിനായിട്ട് സ്റ്റിക്കർ തയ്യാറാക്കി വെച്ചതാ. ഇപ്പൊ അതാ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് കഴിഞ്ഞില്ലേ, മറ്റേ കള്ളനും പോലീസും പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുൾ ചാറ്റില് ഈ സ്റ്റിക്കർ ഇങ്ങനെ യൂസ് ചെയ്യും. സ്റ്റിക്കർ ഇതാണ് സ്റ്റിക്കർ. എങ്ങനെയുണ്ട്? എങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും? അങ്ങനെ നീ ഒന്ന് കാണിച്ചോടാ. എനിക്ക് കാണിക്കാൻ കഴിയില്ലടാ. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ രണ്ട് കൃഷ്ണമണി അടുത്താണ് വരുന്നത്. പിന്നെ നാവ് വേറെന്തോ രീതിയിലൊക്കെ വെച്ചിരിക്കണേ. ബ്രില്യന്റ് അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മുടെ ചെറുകനാണ് ചെക്കൻ. ഇപ്പൊ നമ്മുടെ ആളാ. അതൊരു സത്യം കേട്ടോ. മുത്തായി തുടങ്ങി. ഇങ്ങനത്തെ എക്സ്പ്രഷൻ കിട്ടുന്ന എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക. എന്റെ മാങ്ങാണ്ടി എന്ന് വിളിച്ചപ്പോ എന്നെ മാങ്ങാണ്ടി എന്ന് വിളിക്കരുത്. അതിലേ എന്നാ അണ്ടിയില്ലാത്ത മാങ്ങാന്ന് വിളിക്കാം. നൂറ അതിനപ്പുറത്ത് അതിനക്ബർ പറയും, എടാ പൊട്ടാ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് അതിലും നല്ലതെന്ന്. അണ്ടില്ലാത്ത മാങ്ങാന്ന് വിളിക്കുന്നത് അതിനേക്കാൾ ഒരാണെന്ന രീതിയിൽ അതിനേക്കാളും വലിയ അപമാനം വേറുണ്ടോ? സത്യം. ഓക്കെ, എന്തായാലും മാങ്ങ ഇല്ലാത്ത അണ്ടി എന്നുള്ള ആ വിളിപ്പേര്, അത് വിളിപ്പേര് മാത്രമാണ്. കാരണം അതൊരിക്കലും അങ്ങനെ അല്ല എന്നുള്ളത് ആള് തെളിയിക്കാൻ പലതവണ ശ്രമിച്ച ആളാണ്. എന്താണെങ്കിലും നടയടിയൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. എനിക്കിട്ടും കിട്ടി, 2 പേർക്കും. എന്റേത് പിന്നെ നിനക്കും കൂടെ വാങ്ങിച്ച് ഞാൻ തന്നിട്ടുണ്ട്. അത് ഞാൻ തന്നെ സ്വീകരിച്ചല്ലോ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയാം. തെമ്മാടിക്കാറ്റ് എന്ന സോങ് സമർപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയത്. അതിനുശേഷം ഒരുപാട് തെമ്മാടികളുടെ വീരശൂര പരാക്രമങ്ങൾ കണ്ടു. അതിലെ ആദ്യത്തെ കാര്യം ഷാനവാസ് അനീഷ് വിഷയം. അതിലെ കോയിൻ അനീഷിന് തിരിച്ചു കൊടുത്ത ഒരു അസുലഭ നിമിഷമായിരുന്നു, ഒരു മൊമെന്റ്. അതൊരു ഗംഭീര സാധനമായിരുന്നു. വാങ്ങുന്നില്ല, അല്ല പിന്നെ ഇത്ര തെണ്ടിത്തരം വിളിച്ച് പറഞ്ഞതും പോരാ, കയ്യും കാലും പിടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് പോരാന്നുള്ളൊരു. പക്ഷെ അനീഷിന് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ട്. അതായത് തന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച, അതായത് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ഫണ്ണായിട്ട് എടുക്കാത്തത് മോശമായി പോയോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആളുടെ പിന്നെയുള്ള അതായത് ജയിലിൽ നിന്നുണ്ടായ കുറെ സീനുകളും കണ്ട നമുക്ക് മനസ്സിലാവും. അതായത് ആള് പോസിറ്റീവ് വൈബിലേക്ക് വീണ്ടും വന്നു എന്നുള്ളത്. ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ആളെ എന്തൊരു രസല്ലേ അവിടെ കണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസം. അത് നമുക്ക് ഇതിന്റെ ലാസ്റ്റിലേക്ക് ആ സമയത്ത് വരിക്ക് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ആൾറെഡി ചർച്ച ചെയ്ത് 2-3 വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അതിൽ നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചോദിച്ച ചോദ്യം ഇന്നലെ ശരിക്കും ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചോദിച്ചില്ലേ, സൗഹൃദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രാങ്കും ഫണ്ണും പിന്നെ കളിയാക്കലും നമ്മളിങ്ങനെ ഊക്ക എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ഇതിന് തുടക്കത്തിൽ ചെയ്ത സാധനം
അതൊക്കെ ഇവനിപ്പോ അനീഷിന്റെ സ്വഭാവമാണെങ്കിൽ നീ എന്ത് തേങ്ങ പറയുന്നത്, ഞാൻ തെമ്മാടിയാണോ, ഞാൻ തെമ്മാടിയാണോ, ഞാൻ തെമ്മാടിയാണോ, എത്ര പ്രാവശ്യം ഞാൻ തെമ്മാടിയാണോ, ഞാൻ ഇത്ര ചോദിക്കാനുള്ള സമയം കിട്ടൂല. അതിന് മുമ്പ് വീശും. ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ ആലോചിച്ച് നോക്ക്. അതായത് ഇതൊക്കെ ഈ രീതിയിൽ സെൻസിലെടുക്കുന്നതിലാണ് സൗഹൃദം എന്ന് പറഞ്ഞ സാധനത്തിന് കെട്ടുറപ്പുണ്ടാവും. അതെ, അല്ലെങ്കിൽ തന്നെ ഒരു 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 രീതിയില് ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണോ സൗഹൃദം? ഒരിക്കലും അല്ല. പല സമയങ്ങളിലും പല സിറ്റുവേഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് നിൽക്കേണ്ട സമയം ഉണ്ടാവും. അങ്ങനെ എല്ലാം ആയിട്ടുള്ളതാണ് സൗഹൃദം. അതിൽ കറക്റ്റ് സൗഹൃദത്തിന്റെ ലെവല് പിടിച്ച് പോകുന്നത് ശരിക്കും ഷാനവാസ് തന്നെയാണ്, അത് സംശയമല്ല. പിന്നെ അനീഷ് ഒരു മുരടനാണെന്നുള്ളത് അവിടെ ഉള്ളവർക്കും നമുക്കും ഒക്കെ അറിയാം. കുറച്ച് ഫാൻസ് സമ്മതിക്കാൻ പോകുന്നില്ല, കല്ലാണ്. അപ്പോ ഈ കല്ല് മാറി ഹൃദയമാകുന്ന സമയങ്ങളിൽ ഭയങ്കര രസമാണ് ആളുടെ ഇത് കാണാൻ. സമയത്ത് ആളോട് നമുക്ക് ഉണ്ടായിരുന്ന ദേഷ്യം കരിഞ്ഞു പോകും, ഇഷ്ടം തോന്നും, അങ്ങോട്ട് ഭയങ്കര ഇഷ്ടം തോന്നും. അതെ, ഉണ്ടായ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ തന്നെ വെറുപ്പിച്ചു വെക്കുന്ന ചില കാര്യങ്ങളിലൂടെ ക്യാരക്ടർ അതാണ്. അതെ, അപ്പോ ഈ അനീഷിനെ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മനോഹരമാണ്. അതായത് ആൾക്ക് അതിന്റേതായ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൾക്ക് അതിന്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ എല്ലാവരും കൊണ്ടുപോകുന്നത്. ഒരാൾ പോലും അവിടെ ആൾക്ക് അത് കൊടുക്കാതിരിക്കുന്നില്ല. അതെ അതെ അതെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും വെറുപ്പിച്ചിട്ടും അങ്ങനെ എടുത്ത് തന്നെ പറയണം, ഇത്ര ആ ഹൗസിലുള്ളവരെ വെറുപ്പിച്ചിട്ട് പോലും അവര് അനീഷിന് കൊടുക്കേണ്ട പരിഗണന കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോയിനെടുത്ത് കൊടുത്തു, ഇതിലൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി തന്നെ ഞാൻ വാങ്ങി വെച്ചതാണ് ആദിലയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൂടെ വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങള്. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ഇഷ്യൂ ഉണ്ടായത് നൂറ ആദില വിഷയമാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല, ഒറിജിനൽ ആണോ ഡ്രാമയാണോ എന്നൊക്കെ. അല്ല, പറയാൻ പറ്റില്ല കേട്ടോ. ചില സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം, മേ ബി അത് നമ്മള് അത് വഴക്കാന്ന് വിചാരിക്കുന്നതായിരിക്കാം. സംഭവം കാര്യം കറക്റ്റ് അനൂറ പറഞ്ഞു, അതിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കറക്റ്റ്. അനീഷിനെ അവോയ്ഡ് ചെയ്യുക, മാറ്റി നിർത്തുക, അല്ലാതെ ഇങ്ങനെ കടന്നിട്ട് ഒരിക്കലും ഈ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നും എന്ന് തന്നെ പറയുന്നത്. അതെ, അവിടെ ട്രിഗർ ചെയ്യാനാണ് അവരെല്ലാരും അവിടെ ഉള്ളത്. അത് എല്ലാരും സ്നേഹത്തോടെ ഇരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എല്ലാരും നമ്മോട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ മാത്രമായിരിക്കും ഇരിക്കാം. അവര് നമ്മുടെ തനിക്കുണം പുറത്തേടിക്കാൻ വേണ്ടി പല പരിപാടി എടുക്കും. അവിടെയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇവര് തെറ്റാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം നിർത്തിക്കൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. അത് പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏഷ്യാനെറ്റിന്റെ ലക്ഷ്യം. ഏഷ്യാനെറ്റ് ചെറ്റകളാണോ, പരമ ചെറ്റകളാണ്. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇന്നലെ കൊടുത്ത ടാസ്കും. അതായത് തലയിണ തുന്നണം, എന്നിട്ട് 5 പേർ ആദ്യം വരുന്നവർ എന്ത് ചെയ്യണം, സ്റ്റോർ റൂമിലെത്തും. അപ്പൊ അവിടെ 2 പേര് സ്വീകരിക്കാനുണ്ടാവും. അത് ഇവർക്ക് അറിയില്ല. അങ്ങനെ 5 പേരിൽ അനുമോൾ ഇല്ലാത്തത് ഭാഗ്യം. സത്യം, അനുമോൾ ഉണ്ടാവണമെന്നായിരിക്കണം മേ ബി ഇവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആ 5 പേർ അതിനകത്തേക്ക് കയറുന്നു. അവിടെ 2 തലയണ പിടിച്ച് ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞ സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അതിലൊന്ന് ജീവനാണ്. ജീവനെ ആ സമയത്ത് അനുമോൾ കണ്ടിരുന്നെങ്കിൽ അനുമോളുടെ ജീവൻ പോയേനെ. സത്യം, അതിനുശേഷം കണ്ടിട്ടും ആളിങ്ങനെ വിറങ്ങലിച്ച ഒരു അവസ്ഥയിലാണ്. അതെ, അതായത് ശരിക്കും ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു ജീവനെ അനുമോള്. ശരിക്ക് അതായത് പുറത്തുള്ള പേഴ്സണൽ കാര്യം ഇതിലേക്ക് ഗെയിമിന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ചെറ്റത്തര. അത് ഏഷ്യാനെറ്റ് അവിടെ ആ സീരിയൽ അഭിനയിക്കുന്ന വേറെ എത്ര പേരുണ്ടായിരുന്നു. അതെ, അവരെ 2 പേരെ കൊണ്ടുവന്നാ പോരായിരുന്നു, ഇവരെ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് എന്ത്? ഇത് മെയിൻ ഉദ്ദേശം അവനെ കൊണ്ടുവരാന്നുള്ളതാണ്. അതാണ് സത്യം, അത് വേറെ ഉദ്ദേശത്തിൽ തന്നെയാണ്. എന്തായാലും അനുമോളെ ആ രീതിയിൽ ചെയ്തത് ചെറ്റത്തരാണ്. തെമ്മാടികളായിട്ടുള്ള ബിഗ് ബോസ് ഈ പാട്ട് കൊടുത്തത് അതിന് തന്നെയാണ്. തെമ്മാടികളുടെ കാറ്റടിക്കും. അതല്ലേ രാവിലെ തന്നെ തെമ്മാടി എന്നുള്ള പാട്ടിട്ട് കൊടുത്തല്ലേ, ഇന്ന് മൊത്തം ഞാൻ തെമ്മാടിത്തര കാണിക്കുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണത്. ഇവന് തെമ്മാടിയിൽ നിന്നൊരു കാറ്റടിച്ചില്ലേ, അതുപോലെ ബിഗ് ബോസിന്റെ ഞാൻ തന്നെ തെമ്മാടിയാണ്. ബിഗ് ബോസ് തെമ്മാടികൾ അവരുടെ കാറ്റടിക്കും എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ ഇവർ കാണിച്ചത്. അതെ അതെ, ഇന്നത്തെ ദിവസം മൊത്തം എങ്ങനെയായിരിക്കും എന്താണെങ്കിലും ചെറ്റത്തരം കാണിച്ച് അത്. പിന്നെ ചെറ്റത്തരം ഇവരുടെ കൂടപ്പുറപ്പായതുകൊണ്ട് നമുക്ക് അതിനകത്ത് തെറ്റില്ല. ഈ ചെറ്റത്തരം ഇങ്ങനെ കാണിച്ച് ഇത് ചെറ്റത്തരം മനസ്സിലാകാത്ത ലെവലിലേക്ക് എത്തുമ്പോ ഇവര് പിന്നെ അത് നോർമലായിട്ട് കാണും. ഇവരതൊക്കെ നോർമലൈസ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ ഇവർക്ക് ചെറ്റത്തരമായിട്ട് ഫീൽ ഒന്നും ചെയ്യും. അത് ഒരിക്കലും അവർക്ക് തോന്നൂല അത് ചെറ്റത്തരമായിരുന്നു. അതെങ്ങനെ ചെറ്റത്തരം, ഞങ്ങളൊരു പ്രൊമോഷൻ കൊടുത്തല്ലേ എന്ന് ചോദിക്കും. അതെ, ശരിക്ക് ഇവര് ചെറ്റത്തരം കാണിച്ചു, സ്വയം ദേഹത്ത് കറയാക്കുന്നത് പോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവര് അതിനുശേഷം കൊടുത്ത
ടാസ്ക്. അതായത് പെയിന്റ് ഇതുകൊണ്ട് ഭിത്തിയിലൊക്കെ പടം വരച്ച് ആശയങ്ങളൊക്കെ ഉള്ള വലിയ എന്താ അർത്ഥമുള്ള വലിയ ചിത്രങ്ങളൊക്കെ വരച്ച് പിക്കാസോ ഒക്കെ ആവണം എന്നുള്ളതാണ് ഇവരെ ഉദ്ദേശം തോന്നുന്നത്. ഇത് സ്പോൺസേഴ്സ് ടാസ്ക് ആയിരുന്നു. അതായത് ഭിത്തിയില് നോ കറ നോ പാട് എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ അതിന്റെ പരസ്യം. അത് എത്ര വരച്ചു വെച്ചോ അത് ക്ലീൻ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ ശരിക്ക് ഇത് ബിഗ് ബോസിന്റെ മുഖത്തേറ്റ കറയാണ്. അത് ശരിക്ക് നന്നായിട്ട് വൃത്തിയാക്കണം. അതെ അതെ, ഒരച്ച് കഴുകി കളയണമായിരുന്നു. അത് നന്നായിട്ട് അവരുള്ളവർ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ. ജയിൽ നോമിനേഷനിൽ അനീഷിനെയും ആതിരയെയും ജയിലിലേക്ക് വിട്ടു. വെൽ ഡിസർവ്ഡ്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ അലമ്പുകൾ അവർ രണ്ടുപേരും തന്നെയാണ് ജയിലിൽ പോയി കിടക്കേണ്ടത്. 9 വോട്ട് വീതമാണ് രണ്ടുപേരും നേടിയെന്നാണ് ഓർമ്മ. എടാ ഈ ഒറ്റയാൻ എന്നുള്ള സാധനമൊക്കെ അതിനകത്ത് ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. അനീഷിനെ ഒറ്റയാനായിട്ട് കളിക്കുന്നു എന്നുള്ള രീതിയിലേ ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് വെറുതെ പറഞ്ഞിട്ടുണ്ടാവും ഒറ്റയാനല്ലേ എന്നൊക്കെ ചോദിച്ചു. അതായത് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഷാനവാസാ ചോദിച്ചത് അതോ അത് ചോദിച്ചെന്നുള്ളത് എനിക്ക് ഓർമ്മല്ല. ഇന്നലെ സംസാരമുണ്ട്. അതായത് നീ ഒറ്റയാനാണ് എന്നുള്ളത് അല്ല എന്ന് തോന്നുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ നീ ഒറ്റയാനാകാൻ ശ്രമിക്കുകയാണല്ലേ എന്ന്. ടോക്ക് വന്നിട്ടുണ്ട്. അല്ലേ അങ്ങനെ ചോദിക്കൂലല്ലോ. അതാണ്, അത് ഉറപ്പാണ്. ഇന്നലെ അതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞതെന്ന് ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. ആള് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഡീസന്റ് ആണ്. ഒരു പ്രത്യേക മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ ആൾക്ക് ഈ കൺഫെഷൻ റൂമിൽ നിന്ന് വന്നതിന് ശേഷം. എന്തായാലും കറ നന്നായിട്ട് കഴുകണം ബിഗ് ബോസ്. കഴുകിയില്ലെങ്കിൽ പഴയ സീസണുകൾ പോലെ കറ പിടിച്ച് കിടക്കും അവിടെ. അതെ, ഇതെന്താ അറിയോ, ഈ അനുമോൾക്ക് ഇത് ഭയങ്കര ചിലർക്ക് നെഗറ്റീവായിട്ട് തോന്നി. ഇപ്പൊ ഇവർക്ക് ഇടയിൽ ഉണ്ടായത് എന്താന്നുള്ളത് അറിഞ്ഞൂടാ, ആരാ അതിൽ വിക്ടിം എന്നുള്ളത് അറിഞ്ഞൂടാ. 2 ആൾക്കാര് അവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി. അത് പക്ഷെ ഇട്ട് കൊടുക്കാൻ വേണ്ടി, ചർച്ചക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും പേഴ്സണൽ കാര്യം, അതിനുവേണ്ടി മനഃപൂർവ്വം ഇവർ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ അവർക്ക് പറയാം ഇത് ഞങ്ങളുടെ ചാനലിലെ ഒരു സീരിയലല്ലേ, അതിന്റെ പ്രൊമോഷനായിട്ട് നായകനും വരില്ലേ, അതിനവിടെ അനുമോളുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവരുടെ ബന്ധം ഞങ്ങൾക്ക് എന്തെന്നുള്ളത് ചോദിക്കാം. പക്ഷെ അവിടെ പ്രശ്നം എന്നറിയോ, അനുമോളോട് ഇങ്ങനെ എടുത്തു കാണിക്കുന്നു. ഇവിടെ എന്താണ്, അതായത് ജീവനെ കാണിക്കുന്നു, ജീവന്റെ ഓവർ ദ ഷോൾഡർ ഷോട്ടിലൂടെ അനുമോളെ കാണിക്കുന്നു. അനുമോളുടെ ഇമോഷണൽ രീതിയിലുള്ള ചില സമയത്ത് ഒരു കണ്ണുടക്കുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരുടെ ഇമോഷൻ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രെയിമുകളും ഇന്നലെ ഉണ്ട്. അവരാഗ്രഹിച്ച പോലെയൊക്കെ അവരത് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, മാക്സിമം അവർ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് യൂസ് ചെയ്താലേ കറ പറ്റും. അതെ, ഓക്കെ, കറ കഴുകി കളഞ്ഞോളൂ. അത് ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ നല്ല രീതിയിലുള്ള സമീപനവും, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഇവർ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അത് എന്തൊക്കെയാ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ എന്തൊക്കെയാ ഉള്ളതിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഷാനവാസ് ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്ത രീതി ഉണ്ടായിരുന്നു, എന്തൊരു രസമായിരുന്നു അതെന്നറിയോ. അത് എല്ലാരും അവിടെ എൻജോയ് ചെയ്ത സാധനം. അതെ, ആ സാധനം മാത്രം എപ്പിസോഡ് വന്നപ്പോ ഇല്ല. അത് എന്ത് റിസ്ക് എടുത്താ കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു അക്ഷരം പുറത്തു പോയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് കട്ടിന്റെ അതായത് ഇങ്ങനെ പറഞ്ഞത്, ആര്യന്റെ അടുത്തിരിക്കുന്ന അക്ബറിനെ നോമിനേറ്റ് ചെയ്തത്. അപ്പൊ ആര്യന്റെ അടുത്തിരിക്കുന്ന അത് ഭയങ്കര ഫണ്ണായിരുന്നു ആ സമയത്ത്. അവിടെ ഇങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടില്ല. അപ്പൊ ഷാനവാസിന് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഷാനവാസിന് പോയാലോ. അതുകൊണ്ട് ആര്യന്റെ അടുത്തിരിക്കുന്ന അക്ബർ എന്നുള്ളതിന്റെ ആര്യന്റെ അടുത്തിരിക്കുന്ന എന്നുള്ള സാധനം കട്ട് ചെയ്തിട്ട് കിട്ടിയപ്പോ അക്ബർ എന്നുള്ളതിന്റെ ആന്റെ ആ ഒരു നീട്ടമുണ്ടല്ലോ, അക്ബർ ഉണ്ട് അക്ബർ എന്നുള്ള ലെവലിലേക്ക് മാറ്റി. അതിനൊരു കട്ട് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ആരെ നല്ലതായിട്ട് കാണിക്കണോ അവരുടെ മാത്രം കുറച്ച് കൂടുതലായിട്ട് എപ്പിസോഡുകളിൽ കേട്ടോ കൂടുതലായിട്ട് അവരെ കാണിക്കും. പിന്നെ അവര് ഈ ചാനൽ വഴി, അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ അതിലൂടെയൊക്കെ ഇവർ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോ ലക്ഷ്മിയെയും മസ്താനിയെയും എന്തൊക്ഷികളെന്നാ മറ്റേ ഇതിനകത്ത് അയാൾ കഥ എഴുതുകയാണ്. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് അവരെ ഇപ്പൊ അത് കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ മസ്താനി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സത്യമാണത്. അത് യൂട്യൂബ് ചാനലിൽ തമ്പനയിൽ ഇട്ടേക്കുന്നത് പോലും ഇതാണ്, ഗസറ്റഡ് എക്ഷികൾ എന്ന് പറഞ്ഞിട്ടാണ് എന്റെയും ലക്ഷ്മിന്റെയും കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര മോശമുള്ള കാര്യമാണ്, മോശത്തരാണ്. അത് അവര് തന്നെ മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നല്ലേ. അവര് ഷോയിൽ വന്നു, ശരി, അവര് എവിക്റ്റ് ആയി പോയി, പിന്നെ എന്ത് തേങ്ങാന്നേ, അവിടെ തീർന്ന്.
ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നോമിനേഷനിൽ ക്യാപ്റ്റൻസി ടാസ്കില് 4 പേരെ തെരഞ്ഞെടുത്തു. ബിന്നി, ആര്യൻ, അക്ബർ, സാബുമാൻ. അതിൽ സാബുമാനും അക്ബറിനും ഒരേ വോട്ടായിരുന്നു. 4 അതിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ 3 പേർ മത്സരത്തിലേക്ക് പോകും. എന്താണെങ്കിലും ഇപ്പൊ എത്രാമത്തെ 50 ദിവസങ്ങൾക്ക് ശേഷമുള്ള ആഴ്ചയില് ആദ്യമായിട്ടാണ് അക്ബർ നോമിനേഷനിൽ വരുന്നത്, അതായത് ക്യാപ്റ്റൻസിയില്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ നിർദ്ദേശവും അത് തന്നെ ആയിരിക്കണം, അതായത് അടങ്ങിയിരുന്നോണം, ക്യാപ്റ്റൻസിയിലേക്ക് ഞങ്ങൾ എങ്ങനെയും എത്തിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. ഗ്രൂപ്പുകളൊക്കെ ഇതൊക്കെയാണ്. എന്താണെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഡയറക്ടർ വരും, കാര്യങ്ങൾ ചെയ്തോളൂ, ഒരു പേടിയും പേടിക്കണ്ട, നീയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നന്നായി വാ. ഓക്കെ, പിന്നുള്ള എന്തായിരുന്നു? പിന്നെ ജയിലിലുള്ള ആദില, നൂറ, ആദില, അനീഷ്. ഇവരോട് അനീഷിനോട് ഈ അനീഷിന്റെ ഈ ക്യാരക്ടറിനെ കുറിച്ച് ആദിലയും ഷാനവാസും അനുമോളും പിന്നെ നൂറയും ഇവരൊക്കെ പറഞ്ഞിങ്ങനെ അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ആ സമയം ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ആ സമയത്ത് നമുക്ക് അനീഷിനോട് ഭയങ്കര സ്നേഹം തോന്നും. അതായത് അനീഷ് ചിരിച്ച് കണ്ടാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ്. അതാണ്, ആള് അല്ലാത്ത രീതിയിൽ ആള് പെരുമാറാൻ തുടങ്ങി, പിന്നെ ആളോട് ദേഷ്യം വരുള്ളൂ. അതായത് ഒറ്റയാനാവാൻ ശ്രമിച്ചാൽ അപ്പ വെറുപ്പിക്കും. അതാണ്, അത് അപാര വെറുപ്പിക്കല. അത് ഇന്നലെ ഈ സമയത്ത് തന്നെ മുടി ഇട്ട ബോട്ടിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നോട് ദേഷ്യം എന്നുള്ള രീതിയിൽ അനുമോള് പറയുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തേനേന്ന് അനീഷ് പറയണേ. ആളുടെ സ്വന്തം വീഴ്ച ന്യായീകരിക്കാൻ വീണ്ടും കടന്ന് ഉരുളാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലൊരു നമ്മൾ വിളമ്പിയ ഒരു പാത്രത്തിൽ മുടി കിട്ടിയെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കും, അല്ലാതെ ആ സാമ്പാർ കൊണ്ടുപോയി നമ്മൾ കളയോന്ന് ചോദിച്ചു. അത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. അനുമോള് പറയുന്നുണ്ട് ഇത് ഒരു കമ്പനി വേറെ പുറത്ത് വിൽക്കാനുള്ള സാധനമാണ്. ഒന്ന് ആലോചിച്ച് അപ്പൊ ഇത് അത് നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ബുദ്ധി, അതായത് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനല്ലേ. ഒന്ന് ആലോചിച്ചോക്ക. അപ്പൊ അതില് പറയുന്നത് വളരെ സത്യ. ഏത് മന്ദബുദ്ധി എന്ന് വിളിക്കുന്നില്ലേ, അത് കറക്റ്റാ. കാരണം ലോകവിവരം ഉണ്ടായിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞില്ലേ. ഈ അനീഷിന് ഇപ്പൊ ഇവിടെ പോട്ടെ, കമ്പനീന്റെ പോട്ടെ, ഇതേ ലോജിക്ക് വെച്ച് പറയാം. ഇതൊരു വീടാണല്ലോ, ഇവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതില് ഒരു മുടി കിട്ടിയെങ്കിൽ അനീഷ് എന്തായിരിക്കും പെരുമാറുക, ഏത് രീതിയിലായിരിക്കും? ഇപ്പൊ ആ ബോട്ടിലൊക്കെ പോട്ടെ, അവരുടെ കൂടെ 2 കമ്പനി ഉണ്ടല്ലോ, അതിനകത്ത് ഏതിനകത്തെങ്കിലും തലമുടി കിട്ടിയിരുന്നെങ്കിൽ അനീഷിന്റെ സ്വഭാവം എന്തായിരിക്കും? സമ്മതിക്കോ? ഒരിക്കലും അനീഷ് സമ്മതിക്കൂല അനീഷിന്റെ സ്വഭാവം വെച്ചിട്ട്. പിന്നെ ഇന്നലെ ലിവിംഗ് റൂമിൽ ഇന്നപ്പോഴൊക്കെ ഇത് പറയുന്നുണ്ട്, എന്റെ കമ്പനി പൂട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു, ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു. അപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന്. അതെ, ആളുടെ ഒരു ക്യാരക്ടറിന്റെ കാര്യം പറയുന്നത്, അത് ഈ ക്യാരക്ടർ എന്താന്ന് കാണിച്ചു തരാനാണ് ആ കുട്ടിയായിട്ട് കുറച്ചു നേരം നിൽക്കാൻ വേണ്ടി പറഞ്ഞത് അനീഷിനോട്. എന്തായാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എന്തൊക്കെയോ ചില മിസ്സിംഗ് ഉണ്ട്. ബിഗ് ബോസിനോടൊരു താല്പര്യക്കുറവാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. കാണാനുള്ളൊരു ത്വര കുറയുന്നുണ്ട്. എന്തൊക്കെ കണ്ടന്റിന്റെ ഒരു പോരായ്മ ഉണ്ട്. ഇന്നിനിപ്പോ പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് അതിന്റേതായ പ്രമോസ് ഒക്കെ വരുമായിരിക്കും. അഭിലാഷ് പുറത്തായി എന്നുള്ള ലെവലിലൊക്കെ കേൾക്കുന്നുണ്ട്, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കുന്നുണ്ട്. കണ്ടറിയാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.